നമസ്കാരം. MCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മാള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പാലശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. മാള ടൗണിലെ വ്യാപാര സ്ഥാപനത്തിലെത്തിയയാൾ വ്യാപാരിയുടെ ബാഗുമായി കടന്നു. പുത്തുഞ്ഞിറയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നിരവധി കേസിലെ പ്രതിയായിട്ടുള്ളയാൾ കോടതിയിൽ കീഴടങ്ങി. വാർത്തകൾ വിശദമായി. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മാള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പാലശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. 376 പോയിന്റുമായാണ് പാലശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയത്. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 314 പോയിന്റുമായി രണ്ടാം സ്ഥാനവും നേടി. LP വിഭാഗത്തിൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. കുമ്പിടി LFLP സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ SEGHS കോട്ടയ്ക്കൽ ഒന്നാം സ്ഥാനം നേടി. ആളൂർ സെന്റ് ജോസഫ് സ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പാലശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി. മാള ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ എത്തിയ ആൾ വ്യാപാരിയുടെ ബാഗുമായി കടന്നു. വ്യാപാരിയായ CK ഇസ്മായിലിന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത്. ബാഗിൽ 4000-ഓളം രൂപയും ബില്ലുകളും ഉണ്ടായിരുന്നു. രാവിലെ ടവൽ ഉപയോഗിച്ച് മുഖമറച്ച് കടയിലെത്തിയ ആൾ സാധനങ്ങൾ വാങ്ങി പണം കൊടുത്ത് ബാക്കി വാങ്ങാനെന്ന വ്യാജേന വ്യാപാരിയോട് മറ്റെന്തോ ചോദിച്ച് ശ്രദ്ധ തിരിച്ചാണ് ബാഗ് കവർന്നത്. സംഭവത്തെ തുടർന്ന് ഇസ്മായിൽ മാള പോലീസിൽ പരാതി നൽകി. ഏതാനും നാൾ മുൻപും മറ്റൊരു വ്യാപാര സ്ഥാപനത്തിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. പോലീസിന്റെ നിരീക്ഷണ ക്യാമറയ്ക്ക് മുന്നിലാണ് സംഭവം നടന്നത്. പുത്തുഞ്ചിറയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നിരവധി കേസിലെ പ്രതിയായിട്ടുള്ള ആൾ കോടതിയിൽ കീഴടങ്ങി. കണ്ണായി ഡേവിസ് ആണ് ഇരിങ്ങാലക്കുട കോടതിയിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ 17-നാണ് തച്ചിൽ കണ്ണായി തോമസിനെ പകൽ സമയത്ത് വഴിയിൽ വെച്ച് വെട്ടി പരിക്കേൽപ്പിച്ചതെന്നാണ് പരാതി. മുൻ വൈരാഗ്യമാണ് സംഭവത്തിനിടയാക്കിയതെന്ന് കരുതുന്നു. കോടതിയിൽ കീഴടങ്ങിയ ഡേവിസിനെ കേസ് അന്വേഷിക്കുന്ന മാള പോലീസ് കൈമാറി. ശനിയാഴ്ച രാവിലെ ഡേവിസിനെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അന്നമനട ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു. നറുക്കെടുപ്പിലൂടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് LDFന് ഭൂരിപക്ഷം ലഭിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചു. ഇരിങ്ങാലക്കുട സബ് രജിസ്ട്രാർ PK മീനാംബിക ഭരണാധികാരിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്റ്റാനി വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, വൈസ് പ്രസിഡന്റ് KK രവിനമ്പൂതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ സർക്കാരിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ വാക്കിലൊതുങ്ങി. തമിഴ്നാട്ടിലെ പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോഴത്തെ വില വർധനവിന് ഇടയാക്കിയിരിക്കുന്നത്. പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതോടെ ഏതാനും ദിവസം കൊണ്ട് പല സാധനങ്ങൾക്കും വില ഉയർന്നത് ഇരട്ടിയിൽ ഏറെയാണ്. തക്കാളിയുടെ വില വർധനവിന് കുറവ് വന്നിട്ടുണ്ട്. തക്കാളിക്ക് ഇപ്പോൾ 50 രൂപയാണ് വിലയുള്ളത്. വെണ്ടക്കായ 50 രൂപ, മുരിങ്ങക്കായ 140 രൂപ, ബീൻസ് 80 രൂപ, സവാള 50 രൂപ, ഉരുളക്കിഴങ്ങ് 40 രൂപ, ഉള്ളി 50 രൂപ, പയർ 60 രൂപ, പടവലവും ചേനയും കാബേജും ബീട്രൂട്ടും കുമ്പളങ്ങയും കൂർക്കയും 40 രൂപയാണ്. പാവയ്ക്ക, ക്യാരറ്റ് എന്നിവ 50 രൂപയാണ്. അടുത്ത മാസം പകുതിയോടെ വിലയിൽ കുറവ് വരുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷയുള്ളത്. വില ക്രമാതീതമായി ഉയർന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. മണ്ഡലകാലമായതിനാൽ സദ്യാവശ്യങ്ങൾക്ക് ഈ വില വർധനവ് കൂടുതൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സദ്യക്ക് നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി ചെലവ് വരുന്ന അവസ്ഥയാണുള്ളത്. ക്രമാതീതമായി വില വർധനവ് തടയുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയമാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വില ഉയർന്നതോടെ കച്ചവടത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. സാധനങ്ങളുടെ വില കൂടിയതോടെ കച്ചവടക്കാർ ചരക്കിറക്കുന്നത് ഗണ്യമായി കുറച്ചിരിക്കുന്നു. പോലീസ് ചാലക്കുടി സബ് ഡിവിഷനിലെ ജനമൈത്രി സുരക്ഷാ സമിതി അംഗങ്ങൾക്കായി നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചാലക്കുടിയിൽ നടന്ന ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ ഉഷ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ DYSP KS സുദർശനൻ അധ്യക്ഷത വഹിച്ചു. DYSP CR സേവ്യർ ക്ലാസ് എടുത്തു. CI ബാബു, K തോമസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് മൂത്തടൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് മാളയിൽ വിളംബര യാത്ര നടത്തി. SNDP മാള യൂണിയൻ, KPMS മാള യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത്. മാളയിൽ നടന്ന വിളംബര ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. SNDP യൂണിയൻ നേതാക്കളായ CD ശ്രീലാൽ, PK സാബു, രജീഷ് മാരിക്കൽ, PP രാജൻ, MV ചന്ദ്രബോസ്, രാജേഷ് മേലഡൂർ, KS യതീന്ദ്രൻ, KPMS യൂണിയൻ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, വിവിധ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.
പച്ചക്കറികളുടെ വില കുതിച്ചുയർന്നപ്പോൾ കാലവും കാലാവസ്ഥയും അറിഞ്ഞ് കൃഷിയിറക്കിയ ജോസഫ് പള്ളന്റെ മനം നിറഞ്ഞു. പതിവിൽ നിന്ന് വിപരീതമായി ജോസഫ് പള്ളൻ ഓണത്തിന് ശേഷമാണ് കൃഷിയിറക്കിയത്. വ്യാപകമായി വിളവെടുപ്പ് നടന്നതോടെ ഓണത്തിന് പച്ചക്കറിക്ക് വില കുറവായിരുന്നു. സംസ്ഥാനത്തെ മികച്ച പച്ചക്കറി കർഷകനുള്ള സർക്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഇദ്ദേഹം വിപണിയും കാലാവസ്ഥയും പഠിച്ച ശേഷമാണ് കൃഷി ഇറക്കാറുള്ളത്. കാലവും കാലാവസ്ഥയും അറിഞ്ഞ് കാർഷിക കലണ്ടർ തയ്യാറാക്കി കൃഷി ചെയ്യുന്ന ജോസഫിന്റെ കൃഷിയിടം കാണാനും കൃഷിരീതി പഠിക്കാനുമായി ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സംഘങ്ങളാണ് എത്തുന്നത്. വടമയിലും കോൾക്കുന്നിലുമായി 40 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. വാഴകൃഷിയിൽ മാത്രമാണ് അല്പം പിഴച്ചത്. പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളുമായി 35ഓളം ഇനങ്ങളാണ് ജോസഫ് കൃഷി ചെയ്തത്. ഏത്തക്കായ ഒഴികെയുള്ളതിനെല്ലാം ശരാശരി ഇരട്ടിയോളം വിലയാണ് ലഭിക്കുന്നത്. പാവയ്ക്ക, 2 ഇനം പയർ, കുമ്പളം, മത്തൻ, സലാഡ്, കുക്കുംബർ, 2 ഇനം വഴുതന, 2 ഇനം വെണ്ട, കൊത്തമര, 2 ഇനം പച്ചമുളക്, കോവയ്ക്ക, വാളങ്ങ പയർ, ചേമ്പ്, ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, മധുരക്കിഴങ്ങ്, മധുരച്ചേമ്പ്, കൂർക്ക, മരച്ചീനി, ഇഞ്ചി, മഞ്ഞൾ, 3 ഇനം വാഴകൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. തക്കാളിക്ക് 60 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. വെണ്ടക്കായ 50 രൂപ, പയർ 70 മുതൽ 80 വരെ, കുക്കുംബർ 35 രൂപ, പാവയ്ക്ക 45 രൂപ എന്നിങ്ങനെയാണ് മികച്ച വില ലഭിച്ചത്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ജോസഫ് പള്ളൻ കഴിഞ്ഞ 25 വർഷമായി കാർഷിക മേഖലയിൽ സജീവമാണ്. വലിയപറമ്പ് കാരപ്പള്ളി റോഡിൽ നിർമ്മാണത്തിനായി മെറ്ററി നടത്തിയതിൽ പരാതി പരിഗണിക്കാത്തതിൽ യുവമോർച്ച മാള പഞ്ചായത്ത് കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. KS അനൂപ് അധ്യക്ഷത വഹിച്ചു. CM സദാശിവൻ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ചെത്ത് തൊഴിലിൽ നിന്ന് പിരിഞ്ഞ് പെൻഷൻ വാങ്ങുന്നവരിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ യൂണിയൻ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC സെക്രട്ടറി അറിയിച്ചു. സ്വർണ്ണനിരക്ക്: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2405 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മാള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പാലശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. മാള ടൗണിലെ വ്യാപാര സ്ഥാപനത്തിലെത്തിയയാൾ വ്യാപാരിയുടെ ഭാഗമായി കടന്നു. പുത്തുഞ്ഞിറയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നിരവധി കേസിലെ പ്രതിയായിട്ടുള്ളയാൾ കോടതിയിൽ കീഴടങ്ങി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.